പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ചേർന്ന് നേരത്തെ ഞാൻ ചോദിച്ചത് താങ്കൾക്ക് കേൾക്കാതിരുന്നതാണോ എന്നറിയില്ല. എങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. പരാതി കൊടുക്കണമായിരുന്നെങ്കിൽ ഇതിപ്പോ ഡിസ്കണക്ട് ആയിരുന്നു. അതെ, ന്യൂഡായിട്ട് അഭിനയിച്ചു എന്ന രീതിയിലാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ അത് എത്ര പേർക്കെതിരെ കൊടുക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ശ്രീ വിനുഗിരിയത്ത് പറയുന്നുണ്ടായി. പക്ഷെ നിങ്ങളുടെ വിഷയം അതല്ല. നിങ്ങളുടെ വിഷയം ശ്വേതാ മേനോനെതിരെ ഈ സമയത്ത് കൊടുത്ത പരാതിയാണ്. ഞാനിപ്പോൾ ഇത് ചോദിക്കുമ്പോൾ താങ്കളും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർക്ക് തോന്നും ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ നിങ്ങളുടെ പരാതിയുടെ പിറകിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ പരാതി ഞാൻ കൊടുക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട CJM കോടതി, എറണാകുളം CJM കോടതിയിൽ ഞാൻ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഗൂഢാലോചന ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിൽ നിന്ന് രാജിവെക്കുന്നത് എപ്പോഴാണ്? അത് നിങ്ങൾക്കറിയാലോ. അതായത് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്, ഇതെല്ലാം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ഏതെങ്കിലും സിനിമാ നടന്മാരുമായിട്ടോ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ മീറ്റിംഗ് കൊടുക്കുകയോ ഏതെങ്കിലും സിനിമാ നടന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഇത്തരം ഒരു ഗൂഢാലോചന കമ്മിറ്റി ഞാൻ ഭാഗമാകുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. കേസ് കൊടുക്കുക, സെറ്റിലാക്കുക, അങ്ങനെ ഒരു മണി ബെനിഫിറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ ചില പരാതികളൊക്കെ താങ്കൾക്കെതിരെ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു കഴമ്പുമില്ല അല്ലേ? അല്ല, അങ്ങനെ എവിടെയൊന്നും നിങ്ങൾക്ക് തെളിയിക്കാവും. കേസ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് മാർട്ടിൻ എവിടെയെങ്കിലും പൈസ മേടിച്ചായിട്ട് നിങ്ങൾക്ക് തെളിയിക്കില്ല. വളരെ ശരി, ഓക്കെ. വളരെ ജെന്യുവൻ ആയിട്ടാണ് കേസുകൾ കൊടുക്കുന്നത് താങ്കൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം വന്ന ചോദ്യത്തിലേക്ക്, പാലാരിമാണിക്യത്തിനകത്ത് മമ്മൂട്ടി അഭിനയിച്ച റോളുണ്ട്. മമ്മൂട്ടി അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുണ്ടായിരുന്ന, ഓണേഡ് സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ്. കേസ് കൊടുത്തിട്ടില്ല. ഈ സിനിമ സംവിധാനം ചെയ്ത തിരക്കഥാകൃത്ത് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന ആളാണ്. ആ സമയത്ത് മാർട്ടിൻ മേനാച്ചേരിൽ കേസ് കൊടുത്തിട്ടില്ല. തന്മാത്രയിൽ മോഹൻലാൽ ന്യൂഡായിട്ട് അഭിനയിച്ചു, കേസ് കൊടുത്തിട്ടില്ല. പോൺ സിനിമകൾ തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയുന്ന സണ്ണി ലിയോൺ മലയാളത്തിൽ വന്ന് അഭിനയിച്ചു, കേസ് കൊടുത്തിട്ടില്ല. കലാഭവൻ മണി തൊട്ട് ഇങ്ങോട്ട് ന്യൂഡായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. ശ്വേതാ മേനോനെതിരെ എത്ര സിനിമ ശ്വേത മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്? ഈ ശ്വേതാ മേനോനെതിരെ മാത്രം കേസ് കൊടുക്കാൻ ഉണ്ടായ ഛേദവികാരം എന്താണ്? ഞാൻ ശ്വേതാ മേനോന് മാത്രം എതിരെയല്ലല്ലോ ഞാൻ ഈ പരാതി ശ്വേതാ മേനോനാണല്ലോ. ഈ പരാതി ശ്വേതാ മേനോനെതിരെയാണ്. അതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ പെട്ടെന്ന് മാർച്ചിലാണ് കൊടുത്തതെന്ന് പറയുന്നു. പെട്ടെന്ന് എന്തുകൊണ്ടാണ്? ശ്വേത വളരെ കുറച്ച് മലയാള സിനിമയാണ് ഇപ്പോൾ ചെയ്തു തന്നെ ഇരിക്കുന്നത്. മാർച്ചിൽ നിങ്ങൾ പറയുമ്പോഴും അമ്മയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്വേതാ മേനോൻ സജീവമായി നിൽക്കുന്ന സാഹചര്യമാണ്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരിക എന്ന് മാർച്ചിൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ആലോചിക്കാവുന്ന, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു മുഴം മുന്നേ എറിഞ്ഞു ശ്രീ മാർട്ടിൻ മേനാച്ചേരിൽ എന്ന് വിചാരിച്ചൂടെ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ശ്വേതാ മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിലും അതുപോലെ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന, ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിലും അവർ പറയുന്നുണ്ട്, ഞാൻ ഇനിയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസുകളെല്ലാം പോൺ സൈറ്റിൽ ലഭ്യമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയണത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവ് ഈ രാജകുന്ദ്ര പോൺ റാക്കറ്റ് വഴി കോടികൾ സമ്പാദിച്ചപ്പോൾ EDയുടെ കേസുണ്ടായി. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശ്വേതാ മേനോൻ്റെ പോൺ സൈറ്റുകളെക്കുറിച്ച് അത്തരത്തിലൊരു അന്വേഷണം വേണം. അതുപോലെ പോൺ സൈറ്റുകളുടെ മറവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പോൺ സൈറ്റുകളുടെയൊക്കെ മറവിൽ ശതകോടിക്കണക്കിന് ഡോളറുകളാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. മനസ്സിലായോ? പോൺ താരങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ശ്വേതാ മേനോന്റെ പോൺ സൈറ്റുകളോ അങ്ങനെയാണോ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? അതായത് ഞാൻ കോടതി കൊടുത്തിരിക്കുന്നതിനകത്ത് ഇവർ വളരെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ അവർ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ വീഡിയോസുകളെല്ലാം പോൺ സൈറ്റിലും ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അതുകൊണ്ട് ഈ പോൺ താരങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന കോടികൾ തീവ്രവാദ സംഘടനകളുടെ ഹവാല പണമാകാൻ സാധ്യത ഏറെയാണെന്ന്
EDയുടെ അന്വേഷണം ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് നടക്കുന്നത്. ഇവർക്കെതിരെയുള്ള ഈ ശില്പ ഷെട്ടിയുടെ ഭർത്താവിനെതിരെയൊക്കെയുള്ള അന്വേഷണം വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ മേഖലയിലൊക്കെ ED അന്വേഷണം വരണം. ഇവരുടെ സാമ്പത്തിക വരുമാനം, ഇവരുടെ സാമ്പത്തിക സൂക്ഷികളും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ അന്വേഷണം രാജ്കുന്ദ്രക്കെതിരെ അന്വേഷണം വന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ കേസ് എന്ത് സംഭവിച്ചു? പുള്ളി ED പിടിച്ചകത്തിട്ടിരിക്കുകയാണോ രാജ്കുന്ദ്രയെ? ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ED ഒരു അന്വേഷണം വന്ന അപ്പം തന്നെ ഒരാളെയും പിടിച്ചകത്തിടുമല്ലോ. ഇപ്പം നിങ്ങളുടെ ഒരു മാധ്യമ സംഘടനയ്ക്കെതിരെ ED അന്വേഷണം വന്നില്ലേ? മാധ്യമ സംഘടനക്കെതിരെ ചോദിക്കുമ്പോൾ ഈ കൊഞ്ഞന കുത്തി കാണിക്കുക എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് ചില സമയത്ത് അതാണ് ചോദിക്കാൻ തോന്നുന്നത്. പക്ഷേ അപ്പോഴും ഈ ഇത്രയേറെ ലിങ്കുകൾ, ഇത്രയേറെ പോൺ സൈറ്റുകളുടെ ലിങ്കുകൾ, ഇത് കോടതിക്ക് പരാതിയായി നിങ്ങൾ കൊടുത്തു. ഇത് ഒരൊറ്റ ഇന്റർവ്യൂവിൽ നിന്നുണ്ടായ ഒരു ചേതാവികാരത്തിന് പുറത്താണോ? അതെ. ഈ ലിങ്കുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്നെ സംബന്ധിച്ച് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അത് ഞാൻ ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അത് എനിക്ക് നിങ്ങളോട് വെളിപ്പെടുത്താനുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഈ എവിടെ നിന്ന് പോൺ സൈറ്റുകൾ കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ പരാതിയിലുണ്ടെങ്കിൽ, ആ പരാതി പുറത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുറത്തു പറയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള തടസ്സം അതിനകത്തില്ല. ഞാൻ കോടതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കമെന്നും ആ പരാതിക്ക് ആധികാരികമായിട്ടുള്ള എവിഡൻസും അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസുകൾ ഞാൻ ഏകദേശം 10ഓളം എവിഡൻസുകൾ ഞാൻ ഇതിനകത്ത് എന്താ പറയാ, അതായത് 91 കാമസൂത്രയുടെ ആട്, 91 ആ സമയത്ത് മാർട്ടിൻ മാനേജർ എന്ത് ചെയ്യായിരുന്നു എന്ന് എനിക്കറിയില്ല. 78 ഇറങ്ങിയ രതിനിർവേദത്തിന്റെ റീമേക്കിംഗ്, 78 ഇറങ്ങിയ ആ സിനിമയുടെ പത്മരാജനും ഭരതനും അടക്കമുള്ളവരെ പോലും വേണമെങ്കിൽ പ്രതി ചേർക്കാവുന്ന രീതിയിലാണല്ലോ ഇത് പറഞ്ഞു വരുമ്പോൾ ഈ കേസുകൾ പോകുന്നത്. ജയഭാരതി അടക്കമുള്ളവരെ അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. 78 91 ഇറങ്ങിയ കാമസൂത്രയുടെ ആട്, പിന്നെ കളിമണ്ണും പാലേരിമണിക്കും ഇറങ്ങിയിട്ട് ഇത്രയും കാലമായി. അതിനുശേഷവും ശ്വേത സിനിമയിൽ അഭിനയിച്ചു പോയി. ഈ മാർച്ച് 4 വരെ എന്ത് ചെയ്യായിരുന്നു? എന്തുകൊണ്ടാണ് ഇപ്പോഴാണ്, എത്രയോ വർഷത്തിന് ശേഷമാണ് ഇത്? ആ സമയത്താണ് കൊടുത്തെങ്കിൽ നമുക്കിത് കൂട്ടിച്ചേർത്ത് വായിക്കാം. പോൺ സൈറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ എല്ലാ കണ്ടന്റും വളരെ ഓപ്പണായി പുതിയ ജനറേഷന് കിട്ടുന്ന ഒരു കാലത്ത് ഈ 10-25 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പുറത്തും 10-35 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷം പിറകിലോട്ട് പോയിട്ടുള്ള ഒരു ആഡിന്റെ പുറത്തുമൊക്കെ പരാതി കൊടുക്കുന്നതിന്റെ ചേതവികാരം എന്താണ്? അപ്പോൾ ഈ കഴിഞ്ഞ സമയങ്ങളൊക്കെ നിങ്ങൾ വേറെ വല്ലയിടത്തുമായിരുന്നു വല്ല 40 വർഷത്തെ 20 വർഷം മുമ്പത്തെ കാര്യങ്ങൾ മാത്രമല്ല മെൻഷൻ ചെയ്തിരിക്കുന്നത്. പഴയ കാര്യങ്ങളിലേക്ക് മാത്രമല്ല, പഴയ കാര്യങ്ങൾ കൂട്ടിയിണക്കിയാണ്, പുതിയ കാര്യങ്ങളും കൂടെ കൂട്ടിയിണക്കിയിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ആ പരാതി നിങ്ങൾ പുകമറ സൃഷ്ടിക്കരുത്. ആ പരാതി വളരെ വ്യക്തമാണ്. അത് ഒരു സാധാരണ ഒരു സെൻസിൽ നിങ്ങൾ മാർട്ടിൻ മാനേജറിൽ പറയൂ. 30 വർഷം പഴയ ഒരു സിനിമയ്ക്ക് നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഈ കാലത്താണ്. അതായത് ഈ ഡിജിറ്റൽ വേൾഡിൽ എവിടെ ഇരിക്കുന്ന കണ്ടന്റും ആർക്കും 10 വയസ്സുള്ള കുട്ടിക്ക് പോലും കയ്യിൽ കിട്ടുന്ന കാലത്ത് നിങ്ങൾ ഈ മുൻപ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്ത് ഇറക്കി അവാർഡ് കിട്ടിയ, സർക്കാരിന്റെ അവാർഡ് കിട്ടിയ സിനിമയുടെ ക്ലിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അത് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ബാക്കികൾ പറയൂ. ആ പരാതി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നത് അതുണ്ടല്ലോ. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതെങ്ങനെയാണ് എവിഡൻസ് ആകുന്നത്? അങ്ങനെയാണെങ്കിൽ 78 രതിനിർവേദം വെക്കണം, ജയഭാരതി പത്മരാജനെതിരെയും ഭരതനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കണം. നിങ്ങൾ അങ്ങനെ എല്ലാം ചെയ്യൂ. ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ എവിഡൻസ് ഉണ്ടല്ലോ, അത് എവിഡൻസ് ആണോ? അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. എവിഡൻസ് ആണോന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടേ. കോടതി കൊടുത്തിരിക്കുന്ന എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ശ്വേതാ മേനോനാണ്
സുപ്രീം കോടതി വരെ പോകണമെന്നുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതി വരെ പോവുകയും ചെയ്യും. ഗൂഢാലോചനയുണ്ടോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളത് ശ്വേതയുടെ ബാധ്യതയാണ്. പക്ഷേ നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താണ് വെല്ലുവിളിക്കുന്നത്? അത് നിങ്ങൾ പറയുമ്പോൾ അതിന് പറയൂ മാർട്ടിൻ, കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? എന്താണ്? അല്ല, വെല്ലുവിളിക്കുന്നില്ല. നിങ്ങൾ ഈ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഗൂഢാലോചന എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. അല്ല, ഗൂഢാലോചന ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പല പേരുകളും ഞാൻ പറഞ്ഞു. ഇവരൊക്കെ ഈ നിങ്ങൾ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഇവർക്കെതിരെയും പരാതി കൊടുക്കണം. അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് മാർട്ടിൻ, നിങ്ങൾ ആ ചോദ്യം കേൾക്കുന്നില്ല, നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല. ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മാധ്യമ സംഘടനകൾക്ക് എതിരെ ഇഡി കേസ് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ, ഉത്തരം കിട്ടിയില്ലെങ്കിലുള്ള ആ തട്ടിപ്പ് പരിപാടി അത് കയ്യിലിരിക്കട്ടെ, ഞാൻ തിരികെ ആ തട്ടിപ്പ് പരിപാടി അല്ലല്ലോ. അതാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്. ഉത്തരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ മറുചോദ്യം ചോദിക്കുന്നതാണ്, അത് കയ്യിലിരിക്കുകയുള്ളൂ. ഉത്തരമില്ലാത്തല്ലോ എങ്കിൽ പറയൂ, എന്തുകൊണ്ട് പാലേരി മാണിക്യത്തിന്റെ മറ്റ് അണിയറ ശില്പികൾക്കെതിരെ കേസ് കൊടുത്തില്ല? എന്തുകൊണ്ട്? അത് മാത്രം പറയൂ. മമ്മൂട്ടിക്കെതിരെ കൊടുക്കാമായിരുന്നു, രഞ്ജിത്തിനെതിരെ കൊടുക്കാമായിരുന്നു. അദ്ദേഹമൊക്കെ പ്രധാന പൊസിഷനിൽ ഇരുന്നല്ലേ. മാർട്ടിൻ മേനച്ചേരിൽ അന്ന് ഈ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ അന്ന് കൊടുത്തു, എന്ന് കൊടുത്തു, പരാതി കൊടുത്തു എന്നുള്ളതല്ലേ. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല, ഇന്ന് എന്തുകൊണ്ട് കൊടുത്തു എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അതിപ്പോ നിങ്ങളിപ്പോ ഇന്ന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിക്കുന്നത് അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. അത് നാട്ടുകാർ ചോദിക്കും. അന്ന് കൊടുക്കാത്ത ഒരു പരാതി നിങ്ങൾ ഈ മാർച്ച് കൊടുത്തിട്ട് മാർച്ച് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ജൂലൈയോടുകൂടി അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് സിനിമാ മേഖലയുമായി ബന്ധമുള്ളവർക്ക് അറിയുമായിരുന്നില്ലേ? അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം അത് പുതിയ കമ്മിറ്റി വരുമെന്നും എനിക്ക് അമ്മയില് അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും എനിക്ക് അമ്മ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളുകളുമായിട്ടോ എനിക്ക് അവിടുത്തെ ഈവൻ ഒരു പിയൂണായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ തിരികെ എത്താം. ശ്രീ മാർട്ടിൻ മേനച്ചേരി, ഒന്നുകിൽ നിങ്ങൾ ഞാൻ അതിനകത്ത് ആ തരത്തിലുള്ള അഭിപ്രായം പറയുന്നില്ല. ഓക്കെ, ശ്രീ വിനു കിരിയത്ത്, വളരെ നിഷ്കളങ്കമായിട്ടാണ് ഈ പരാതി കൊടുത്തതെന്ന് ശ്രീ മാർട്ടിൻ മേനച്ചേരിൽ പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ല. ഈ മറുപടി ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു ചോദിക്കുന്നത് മാധ്യമ സംഘടനകൾക്കെതിരെ ഇഡി കൊടുത്തില്ലെന്ന്. വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ ആരെങ്കിലും പിറകിൽ നിൽക്കുന്നത് കൊണ്ടാണ്. മാർച്ച് 4-നാണ് താൻ പരാതി കൊടുത്തതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങൾ, അമ്മയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിശോധിക്കുന്നവർക്കും വാർത്ത അറിയുന്നവർക്കും അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അമ്മ കടക്കുകയാണ് എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ മാർച്ച് 4-ന് ഞാൻ പരാതി കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടല്ലല്ലോ എന്നുള്ള മാർട്ടിൻ മേനച്ചേരിന്റെ വാദം തള്ളിപ്പോവുകയല്ലേ? മാർച്ചില് കേസ് കൊടുത്തു എന്നാണ് മാർട്ടിൻ പറയുന്നത്. ശ്വേതയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രശ്നവും കൂടെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ശ്വേത പ്രതികരിച്ച ആ ഇഷ്യൂ ജനങ്ങൾ മറന്നിട്ടില്ല. അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാം. മാർട്ടിൻ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെ ആയിക്കൂടല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്നു, ശ്വേത നിൽക്കുന്നു, അപ്പൊ രാഷ്ട്രീയ പിൻബലത്തിലോടാവാം. ഇതൊന്നും നമുക്കറിയില്ല, ഇതെല്ലാം കോടതിയാണ് പറയേണ്ടത്. പക്ഷേ എനിക്ക് മാർട്ടിനോട് വളരെ ഇതോടുകൂടി ഞാൻ പറയണം, മാർട്ടിൻ, നമ്മളൊക്കെ ഇന്ത്യൻ സിനിമകളിലേക്കാൾ വിദേശ സിനിമകൾ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കോടികൾ കളക്ട് ചെയ്ത എല്ലാ സിനിമയിലും 50-60 കൊല്ലങ്ങൾക്ക് മുമ്പേ സെക്സ് കണ്ടന്റ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ബ്ലൂ ലഗൂണും ആന്റി ക്രൈസ്റ്റും വെഞ്ചിൻസ് ദ ഡോഗും ഈവിൾ ഡെഡും എല്ലാം കണ്ടിട്ടുള്ളവര് സെക്സ് എന്തിന് ഫിലിം ഫെസ്റ്റിവലിന് പോലും ഇന്നും ഹൗസ്ഫുൾ ആയി ജനങ്ങൾ ഇടിച്ചു കയറുന്നത് സെക്സ് കണ്ടന്റ് ഉള്ള സിനിമകൾക്ക് തന്നെയാണ്. കാരണം നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇപ്പം സെക്സ്. നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു വലിയ വിഷയമല്ലാത്ത കാലഘട്ടത്താണ്. ഇനി നമുക്കത് മാറ്റാനും പറ്റില്ല. ഇന്ന് നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാലും TV കണ്ടു കഴിഞ്ഞാലും ഇവിടെ നടക്കുന്ന ഈ റേപ്പുകളും എല്ലാം നമ്മൾ കാണുന്നതല്ലേ. കാരണം വെച്ചാൽ ഇതെല്ലാം നശീകരണം എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ വേറൊരു ഭാഗത്താണ് നശീകരണം എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ സെക്സിന്റെ പേരും പറഞ്ഞൊരു പരാതിയൊക്കെ പോകുന്നു. അതും സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു നിർമ്മാതാവ്, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച
രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയുടെയൊക്കെ പേരിലും കളിമണ്ണ് എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ പ്രസവം കാണിക്കുന്ന നോക്കൂ. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ലൈവായിട്ട് യൂട്യൂബിൽ പ്രസവം കാണിക്കുന്ന ഒരുപാട് വ്ളോഗേഴ്സും മറ്റും ഉണ്ട്. ഇതൊരു പ്രസവമൊന്നും ഒരു മോശമൊന്നും അല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരിക്കലും ഈ ശ്വേതയുടെ നല്ല സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു സംശയം ഇപ്പോ. ശ്വേത ഒരുപാട് എത്ര വർഷമായി അവർ സിനിമയിൽ വന്നിട്ടല്ലേ, അവർ അഭിനയിക്കുന്ന ആ കഥാപാത്രം എത്രത്തോളം ഉൾക്കൊള്ളാൻ. കമൽഹാസൻ ന്യൂഡായിട്ട് അഭിനയിച്ചു, നമ്മൾ കണ്ടതല്ലേ അതൊക്കെ. അപ്പൊ അതിനേക്ക് ഇത് ആ കഥാപാത്രത്തിന് എന്ത് വേണം അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് സിനിമയായിട്ട് കാണുക എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അതും നമ്മൾ ആലോചിക്കണം. കുട്ടികളാരും ഇടിച്ചു കയറി കണ്ട സിനിമകളല്ല ഇതൊന്നും. അപ്പം എനിക്ക് പരാതി ഉണ്ടാവുന്നൊന്നും എനിക്കും പറയാറായിട്ടില്ല, കാരണം കോടതിയിൽ നിൽക്കുന്നതാണ്. പക്ഷെ ശ്വേത മാനനഷ്ടത്തിന് പോയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണ് എന്റെ വിശ്വാസം. ഇത് അമ്മയുമായിട്ട് നമ്മളിപ്പോ തൽക്കാലം കൂട്ടിക്കുഴക്കേണ്ടത്. അവിടെ വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും സിനിമ എന്താണെന്നും സിനിമയിൽ ആരൊക്കെയാണെന്നും എല്ലാം അറിയാം. ബാബുരാജിനെ അല്ല ശ്രീ വിനുകിരീട്ട് പല തരത്തിൽ നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട്.